ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ 2021 BS6. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇത് BS6 ആണോ? യെസ് ഗൈസ്, ഇത് BS6 അല്ല, ഇത് BS3 ആണ്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതെൻ്റെ ബൈക്കാണ്. അപ്പോൾ എൻ്റെ BS3യിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള ഹിമാലയൻ 2021 BS6ലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹിമാലയൻ BS3 അതെല്ലാവർക്കും അറിയാം, ഭയങ്കര ഒരു സംഭവമായിട്ട് ഇറങ്ങിയൊരു വണ്ടിയാണ്. അതിനുശേഷം BS4 ഇറങ്ങി, പിന്നീട് BS6 ഇറങ്ങി, ഇപ്പോൾ BS6 2021 കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ എന്താണ് ഈ BS3യിൽ നിന്നും BS6ൽ 2021 പുതിയ മോഡലിലേക്ക് വന്നുള്ള ചേഞ്ച്? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതാണ് ബേസിക് ഹിമാലയൻ ഇറങ്ങിയപ്പോഴുള്ള അതിൻ്റെ ഒരു ലുക്ക്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വൈസറാണ്. 2021 ന്യൂ BS6 ഹിമാലയനിലേക്ക് വന്നപ്പോൾ ഈ വൈസർ അവർ ചേഞ്ച് ചെയ്തു. പക്ഷെ അതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ വൈസർ ചേഞ്ച് ചെയ്യാൻ കാരണം ഇവിടെ ഒരു ട്രിപ്പർ നാവിഗേഷൻ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രിപ്പർ നാവിഗേഷൻ അവർ ഒരു റൗണ്ട് ഇവിടെ ഒരു ക്ലസ്റ്റർ ഇവിടെ ഒരു ആഡ് ചെയ്തു. സോ അത് ഇവിടെ ഉൾക്കൊള്ളില്ല. അപ്പോൾ ഈ മീറ്റർ കുറച്ചൊന്ന് നീക്കി വെച്ച് വന്നിട്ട് ഇവിടെ ആയിട്ട് ആ ട്രിപ്പർ നാവിഗേഷൻ ഉൾപ്പെടുത്തി. അതിനുശേഷം ഈ വൈസർ ഒന്നുകൂടി ഒന്ന് വിടുത്താക്കി. ചിലവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല വൈസറിൻ്റെ ഡിസൈൻ, പക്ഷേ ആക്ച്വലി എനിക്കിഷ്ടപ്പെട്ടു പൊതുവെ. കാരണം അത് പ്രാക്ടിക്കലി നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് വിൻഡ് നമ്മുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ റൈഡറുടെ ഹെൽമെറ്റിലേക്കൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നം ഒഴിവാക്കും. ഇത് ഞാൻ ചില ടൈമിലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടോളായിട്ടുള്ള ഒരാളല്ലാത്ത കാരണം എനിക്കത്ര കുഴപ്പമില്ല. പക്ഷെ ടോളായിട്ടുള്ള റൈഡർക്ക് ഈ വിൻഡിൻ്റെ ഒരു പ്രശ്നം അതൊരു പ്രശ്നം വരുന്നു. അപ്പോൾ ഈ വൈസറിനേക്കാൾ പൊടിക്ക് ഹൈറ്റ് കൂടുകയും കുറച്ച് വിഡ്ത്ത് കൂടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പുതിയ ഹിമാലയൻ്റെ ഫ്രണ്ട് വൈസർ. സോ അത് നല്ല കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു റിങ് ഇത് ബ്ലാക്ക് ആയിട്ടുണ്ട്, മാറ്റ് ബ്ലാക്ക്. വെറുതെ കളർ ചേഞ്ച് ചെയ്തു, വേറെ ഒന്നുമില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു ഭാഗം നമ്മുടെ ഈ ഒരു ഭാഗം, ഈ റാക്ക്, ഇത് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ സീരിയസ്ലി ഈ സാധനം നേരത്തെ ഭയങ്കര ഇതുണ്ടോ ഡെപ്ത്ത് കുറഞ്ഞ ഒരു ട്യൂബായിരുന്നു. ഇപ്പോൾ ഈ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡെപ്ത്ത് കൂടിയ ഒരു ട്യൂബ് ആണ് അവർ ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവർ കമ്പനി കൊടുത്തേക്കണത്. സോ അത് നല്ല കാര്യമാണ്. പിന്നെ ഇവിടുത്തെ പ്ലാസ്റ്റിക് ഒന്ന് പ്ലെയിനൊക്കെ ആക്കി ഒന്ന് ഡിസൈൻ മാറ്റി, വേറെ പ്രത്യേകിച്ചൊന്നും ഡിസൈനൊന്നുമില്ല. അപ്പം അത്രയൊക്കെയുള്ളൂ ആ ഒരു ഭാഗത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം കളർ ചേഞ്ചൊക്കെ വരുന്നുണ്ട്. അത് പൊതുവെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, ഈ ഒരു ഷീൽഡ്. വേറെ ചേഞ്ചൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗം ഈ കളറല്ല, ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, മാറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ വേറെ ചേഞ്ചൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ടൊരു ചേഞ്ച്, അപ്പോൾ ഇത്ര നേരം പറഞ്ഞ് പ്രധാനപ്പെട്ട ചേഞ്ച് അല്ലേ എന്ന് ഓർക്കും. അതെ, അതും ചേഞ്ചാണ്. ഒരു ചെറിയൊരു ചേഞ്ച് കൂടി അവർ വരുത്തിയിട്ടുണ്ട്. ഒരു വളരെ നല്ലൊരു ചേഞ്ചാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇവിടെ ഈ ഒരു പോർഷൻ അവർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണെന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, ഇതുണ്ടോ എക്സ്പോസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ്. ഈ സംഭവം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ വയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ വയറൊക്കെ എക്സ്പോസ് ചെയ്തിരിക്കുക. സോ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് നമ്മൾ വാട്ടർ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല പ്രഷറിലുള്ള വാട്ടർ ഈ ഭാഗത്തേക്ക് കടിച്ച് വണ്ടി സ്റ്റാർട്ടാവില്ല.
യെസ്, അതാണ് സംഭവം. വണ്ടി സ്റ്റാർട്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്റർ, ഈ ഒരു ഭാഗം, പിന്നെ നമ്മുടെ കോൺസെറ്റ്, ഇതിലേക്കൊന്നും പ്രഷർ വാട്ടറിങ് ചെയ്യിക്കരുത്. അല്ലെങ്കിൽ അവരോട് ചെയ്യുമ്പോൾ അത് അവരോട് പ്രത്യേകം പറഞ്ഞ് കൊടുക്കണം. അത് നമുക്ക് വണ്ടിക്ക് ഒരുപാട് കോൺസെറ്റ് പോകാൻ ഇവിടെ പ്രഷർ വാട്ടർ ചെയ്യുന്നാൽ ഇവിടെ ഈ അടിയിലുള്ള ഈ ഭാഗത്തൊക്കെ കോൺസെറ്റ് ഇവിടെയൊക്കെ പ്രഷർ ആയിട്ട് വാട്ടർ ചെന്ന് കഴിഞ്ഞാൽ കോൺസെറ്റ് പോകും, വെള്ളം ഇറങ്ങി തുരുമ്പ് പിടിക്കും, നമ്മുടെ ഗ്രീസ് പ്രോപ്പർലി വർക്ക് ചെയ്യില്ല അവിടെ ഇട്ടേക്കുന്നത്. സോ ആ ഒരു ഹാൻഡിലിൻ്റെ ഫ്ലെക്സിബിലിറ്റി പോകും. സോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ കീ സെറ്റ് ഇഷ്യൂ വരും. ഹിമാലയൻ്റെ വയറിങ് ഒരു അല്പം മോശമാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഈ വിൻഷീൽഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇച്ചിരി കട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൈറ്റും വിഡ്ത്തും കൂടുന്നതിനൊപ്പം കട്ടിയും കൂട്ടിയിട്ടുണ്ട്. അതും നല്ല കാര്യമാണ്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. എങ്കിലും വൈബ്രേഷൻ എളുപ്പം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ആ സൈഡിലെ ഈ ഒരു സംഗതി ഇത് ചെയ്ത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഇവിടെ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാനിത് ചേഞ്ച് ചെയ്തതാണ്, പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ, വയർ എക്സ്പോസ് ചെയ്താണ് ആ ഒരു ഭാഗം. സോ അത് എന്താ പറയുക, വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ, വെള്ളം ചെല്ലണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്ത് തൂത്ത് ഇവിടേക്കൊന്ന് കഴുകിക്കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അത് വലിയൊരു ഇഷ്യൂ ആണ്. വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഐ തിങ്ക് 5 വർഷം ആവാറായി. 2016 ഓഗസ്റ്റിലാണ് എടുത്തത്. അപ്പോൾ ഈ ഓഗസ്റ്റ് എത്തുമ്പോഴത്തേക്കും 5 വർഷമാവുന്ന വണ്ടിയാണിത്. വണ്ടി പൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതുപോലത്തെ ഒരു വണ്ടി നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇല്ലയെന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഹിമാലയനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഹിമാലയൻ BS6 2021 കുറിച്ച്. ഓക്കെ, സോ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എന്നിട്ട് മാത്രം എടുക്കുക. വെറുതെ ഈ യൂട്യൂബിൽ കാണുന്ന കുറേ റിവ്യൂസും ഇതൊക്കെ കണ്ടിട്ട് അത് ജസ്റ്റ് നമ്മുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രം കാണാം. അല്ലാതെ ഒരിക്കലും വണ്ടീനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒന്നല്ല. അല്ലെങ്കിൽ നമുക്ക് ഇണങ്ങിയ ഒരു വണ്ടിയാണോ അതെന്ന് അറിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വണ്ടി ഉണ്ടായ കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഹിമാലയൻ എടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ഇൻഫർമേറ്റീവായിട്ടൊരു വീഡിയോ ഇട്ടതാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹിമാലയനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നെഗറ്റീവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് അത് ഈ ഒരു ഇൻഡിക്കേറ്റർ BS6 2021 ഇത്ര വർഷമായിട്ട് ഇവർ ഈ ഒരു ഇൻഡിക്കേറ്റർ മാറ്റാത്തതിൽ ഭയങ്കര മോശമാണ്. സത്യം പറഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ ഉണ്ടോ, ഇതൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. പിന്നെ ഒട്ടിച്ചും ഒക്കെ ഞാൻ എൻ്റെ 4 ഇൻഡിക്കേറ്റർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്, അതൊരു പ്രശ്നമാണ്. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ കോൺസെറ്റ് ഒരു സ്ഥിരം ഇഷ്യൂ ആണ്. അതിന് ആകെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ NTNൻ്റെ ബിയറിംഗ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ NBCൻ്റെ ബിയറിംഗ് ഉപയോഗിക്കുക. അത് കുറച്ചുകൂടി സ്റ്റോക്ക് വരുന്ന SKFൻ്റെ ബിയറിംഗ് ആണ് റോയൽ എൻഫീൽഡിന്. സോ അത് മാറ്റി NBC ഓർ NTN ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈഫ് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ സ്റ്റോക്കാണ്, കാരണം ഇത് ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ് ഞാൻ മാറ്റിയത്. എനിക്ക് അന്നേരം വേറെ വഴിയൊന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആ ഒരു സമയത്ത് മാറ്റിയത്. അപ്പോൾ എനിക്കത് മാറ്റേണ്ട അവസ്ഥയുണ്ടായിരുന്നു, അത്യാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റിയതാണ്. ഇനിയിപ്പോൾ അടുത്ത് മാറുമ്പോൾ നമുക്ക് NTNോ NBCയോ ഇടും ഞാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഹിമാലയനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ വേറെ വലിയ നെഗറ്റീവോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കിടക്കുക, ഒരു കുഴപ്പമില്ല വണ്ടി. ഇത്രയൊക്കെ ഉള്ളൂ ഹിമാലയൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.